ഹലോ മക്കളെ, യെസ്. അപ്പോൾ +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ പ്രാക്ടിക്കലിൽ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് HTML സെക്ഷൻ എന്ന് പറയുന്നത് അല്ലേ. വെബ് ഡിസൈനിങ്ങിൽ നിന്ന് നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ടോട്ടൽ 6 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വെബ് ഡിസൈനിങ്ങിൽ ചെയ്യാനുള്ളത്. യെസ്, അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് മക്കളെ HTML പ്രോഗ്രാംസ് എങ്ങനെയാണ് നിങ്ങൾ ലാബിൽ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. ഓൾറെഡി C++ൻ്റെ ലാബ് എങ്ങനെ ചെയ്യും എന്നുള്ള വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ അല്ലേ. സോ HTML പ്രോഗ്രാംസ് ചെയ്യുന്നത് എങ്ങനെ എന്നറിയാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കണം HTML ഡോക്യുമെൻ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യും. ഈ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷമാണ് നമ്മൾ പ്രോഗ്രാമിലേക്ക് പോകുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ എങ്ങനെയാണ് HTML ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യുക മക്കളെ? നമ്മൾ C++ൻ്റെ പ്രോഗ്രാം എവിടെയാണ് ടൈപ്പ് ചെയ്ത്? ജീനിയിലാണ് അല്ലേ. ജീനിയിൽ ടൈപ്പ് ചെയ്തിട്ട് അവിടെ നിന്ന് തന്നെ കമ്പൈൽ ചെയ്യും, അതുപോലെ തന്നെ ബിൽഡ് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെയായിരുന്നു C++ൻ്റെ പ്രോഗ്രാം. അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, HTML പ്രോഗ്രാം എന്ത് ചെയ്യുക, ജീനിയിൽ തന്നെ ടൈപ്പ് ചെയ്യുക കേട്ടോ. ജീനിയിൽ തന്നെ ടൈപ്പ് ചെയ്യുക. ജീനിയിൽ ടൈപ്പ് ചെയ്തിട്ട് പക്ഷേ നേരെ പോയിട്ട് .cpp എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്യരുത്, .html എന്ന് പറഞ്ഞിട്ടായിരിക്കണം നിങ്ങൾ സേവ് ചെയ്യേണ്ടത്. അങ്ങനെ സേവ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ C++ൻ്റെ പ്രോഗ്രാം ടൈപ്പ് ചെയ്ത പോലെ തന്നെ ജീനിയിലും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് HTML പ്രോഗ്രാം ടൈപ്പ് ചെയ്യാം. യെസ്, ബട്ട് ജീനി അല്ലാത്ത വേറെ എന്തൊക്കെ ഓപ്ഷൻ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ Gedit എന്ന് പറയുന്ന ഒരു എഡിറ്റർ ഉണ്ട്. അതുപോലെ തന്നെ മക്കളെ നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒരു സോഫ്റ്റ്വെയറും വേണ്ട. എല്ലാ കമ്പ്യൂട്ടറിലും ഉണ്ടാകുന്ന ഒരു എഡിറ്ററാണ് നോട്ട് പാഡ് അല്ലേ. ഈ നോട്ട് പാഡിൽ എന്ത് ചെയ്യാൻ പറ്റും, HTML കോഡ് ടൈപ്പ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ടെക്സ്റ്റ് പാഡ് എന്ന് പറയുന്ന എഡിറ്റർ ഉണ്ട്. എന്നാൽ കുറച്ചും കൂടെ ഒരു ബെറ്റർ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു നോട്ട് പാഡാണ് നോട്ട് പാഡ് ++ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നോട്ട് പാഡ് ++ൽ കോഡ് ടൈപ്പ് ചെയ്തിട്ടുള്ള ഒരു രീതിയിലായിരിക്കും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതല്ലാത്ത ഒരുപാട് ടെക്സ്റ്റ് എഡിറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോൻ്റെ താഴെ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ ടെക്സ്റ്റ് എഡിറ്റേഴ്സ് ഇതിൽ ഏത് ടെക്സ്റ്റ് എഡിറ്റർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ആൻഡ് ഈ ടെക്സ്റ്റ് എഡിറ്ററിൽ പ്രോഗ്രാം നിങ്ങൾ ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, HTML പ്രോഗ്രാം ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ സേവ് ചെയ്യണം. ആ ഫയൽ സേവ് ചെയ്യണം. എങ്ങനെ സേവ് ചെയ്യണം മക്കളെ? .html അല്ലെങ്കിൽ .htm എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ വെച്ചിട്ടായിരിക്കണം നിങ്ങൾ സേവ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ പ്രോഗ്രാമിൻ്റെ പേര് സാമ്പിൾ എന്നാണെങ്കിൽ sample.html അല്ലെങ്കിൽ sample.htm എന്ന് പറഞ്ഞിട്ടായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പ്രോഗ്രാം സേവ് ചെയ്യേണ്ടത്. .cpp എന്ന് പറഞ്ഞിട്ട് പോയിട്ട് എന്ത് ചെയ്യരുത്, HTML പ്രോഗ്രാം എന്ത് ചെയ്യരുത്, സേവ് ചെയ്യരുത്. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ സേവ് ചെയ്തതിന് ശേഷം നിങ്ങൾ സേവ് ചെയ്ത ആ ഫയൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ ഓപ്പൺ ബൈ യൂസിങ് ഇറ്റ് എ ബ്രൗസർ അല്ലെ. ഏതെങ്കിലും ബ്രൗസർ ഉപയോഗിച്ചിട്ട് ആ ഫയൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പൺ ചെയ്യാൻ പറ്റും അല്ലെ. ഒന്നുകിൽ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ അല്ലെങ്കിൽ ഗൂഗിൾ ക്രോം അല്ലെങ്കിൽ മോസില്ല ഫയർഫോക്സ് അല്ലെ. ഏതെങ്കിലുമൊക്കെ ബ്രൗസർ ഉപയോഗിച്ചിട്ട് ആ ഫയൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ. അപ്പോൾ എങ്ങനെയാണ് HTML പ്രോഗ്രാം ചെയ്യാമെന്ന് മനസ്സിലായോ? എങ്ങനെയാണ് ചെയ്യുക? ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഏതെങ്കിലുമൊക്കെ ഒരു ടെക്സ്റ്റ് എഡിറ്റർ എടുക്കണം. ടെക്സ്റ്റ് എഡിറ്റർ എടുത്തിട്ട് അതിൽ കോഡ് ടൈപ്പ് ചെയ്യും. അത് സേവ് ചെയ്യുമ്പോൾ .html വെച്ച് സേവ് ചെയ്യണം. ആൻഡ് അതിനുശേഷം ബ്രൗസറിൽ അത് ഓപ്പൺ ചെയ്യണം. ഇതാണ് ബേസിക്കലി ഈ HTML പ്രോഗ്രാം റൺ ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്പുകൾ ഇതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ നോക്കാൻ പോവാണ് മക്കളെ. നമ്മളെ HTML പ്രോഗ്രാം ലിസ്റ്റിൽ ആദ്യത്തെ ക്വസ്റ്റ്യനാണ് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി ഡിസ്കസ് ചെയ്തു തരാൻ പോകുന്നത്. കേരള ടൂറിസത്തിൻ്റെ വെബ് പേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലെ. കേരള ടൂറിസം വെബ് പേജ്, ആ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. ഡിസൈൻ എ സിമ്പിൾ ആൻഡ് അട്രാക്റ്റീവ് വെബ് പേജ് ഫോർ കേരള ടൂറിസത്തിന് വേണ്ടിയിട്ട് സിമ്പിളായിട്ടൊരു വെബ് പേജ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്തോ വലിയ സംഭവമാണ്, അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് നല്ല അടിപൊളിയായിട്ടൊന്നും ഉണ്ടാക്കണ്ട. ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലേ, ഒരു കാണുമ്പോൾ ഒരു ടൂറിസത്തിൻ്റെ പേജാന്നൊക്കെ തോന്നണം. ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് വേണം അല്ലെ. എന്തൊക്കെ വേണമെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഇറ്റ് ഷുഡ് കണ്ടെയ്ൻ ഫീച്ചേഴ്സ് ലൈക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ. ബാക്ക്ഗ്രൗണ്ടിൽ കളർ വേണം. അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് കളറോ അല്ലെങ്കിൽ ഇമേജോ മതി അല്ലെ. ബാക്ക്ഗ്രൗണ്ടിൽ ഒന്നുകിൽ കളർ അല്ലെങ്കിൽ ഇമേജ് വേണം അല്ലെ. പിന്നെ ഹെഡിങ്സ് വേണം. കേരള ടൂറിസം എന്നൊക്കെ പറയുന്ന ഒരു ഹെഡിങ് വേണം. അതുപോലെ തന്നെ ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സ്. ഈ ഒരു വെബ് പേജിൽ കുറച്ച് ടെക്സ്റ്റുകൾ ഉണ്ടെങ്കിൽ അതിൽ ചിലതൊക്കെ ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗൊക്കെ വെച്ച് ബോൾഡ് ആക്കുകയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അതേപോലെ തന്നെ ഫോണ്ട് ടാഗ് ഉപയോഗിക്കണം. ശ്രദ്ധിക്കുക, ഫോണ്ട് എന്ന് പറയുന്ന ഒരു ടാഗ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് ഉപയോഗിക്കണം. അതേപോലെ തന്നെ ഇമേജസ് എറ്റ്സെട്ര അല്ലെ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു നല്ലൊരു അടിപൊളി വെബ് പേജ് ഉണ്ടാക്കാനാണ് മക്കളെ എന്ത് ചെയ്യുന്നത്, ഇവിടെ പറയുന്നത്. എന്താണ്? കേരള ടൂറിസത്തിൻ്റെ വെബ് പേജ്. അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. ചെറുതായിട്ട് ഞാനിവിടെ കോഡൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യും, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു തരാം,
നിങ്ങൾക്ക് ഇതെന്ത് ചെയ്ത് തരാം, ടൈപ്പ് ചെയ്ത് റൺ ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് മക്കളെ നമ്മളെ കോഡ്, ഇതാണ് നമ്മളെ കോഡ്. ഈ കോഡ് റൺ ചെയ്താൽ എനിക്ക് കിട്ടിയ ഔട്ട്പുട്ട് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയാണ് എനിക്ക് കിട്ടിയ ഔട്ട്പുട്ട്. ഒന്നുമില്ല, ഒരു കേരള ടൂറിസത്തിൻ്റെ വെബ് പേജ് അല്ലേ, ഒരു പച്ചപ്പും ഹരിതാപമൊക്കെ വേണം. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, അതിന് വേണ്ടി ബാക്ക്ഗ്രൗണ്ടിൽ നല്ലൊരു അടിപൊളി ഇമേജ് എന്ത് ചെയ്ത് കൊടുക്കുക, ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഇമേജ് ആഡ് ചെയ്ത് കൊടുത്താൽ തന്നെ പകുതി പരിപാടി ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞു. അല്ല, ഇത് കാണുമ്പോൾ തന്നെ ഒരു ടൂറിസത്തിൻ്റെ വെബ് പേജ് പോലെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് തോന്നുന്നുണ്ട് അല്ലേ? അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു വെബ് പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഒരു HTML ഡോക്യുമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് HTML വെച്ചിട്ടാണ്. ആൻഡ് ഇത് അവസാനിക്കുന്നത് കണ്ടോ മക്കളെ, /HTML വെച്ചിട്ടായിരിക്കും അവസാനിക്കുക. ഇതിൻ്റെ ഉള്ളിലാണ് എല്ലാ പരിപാടിയും. HTML കംപ്ലീറ്റ് കോഡും വരുന്നത് ഇതിൻ്റെ ഉള്ളിലായിട്ടായിരിക്കും. ആൻഡ് അതിനുശേഷം ഞാൻ ഹെഡ് ഓപ്പൺ ചെയ്യുകയാണ് അല്ലേ. ഹെഡ് ഇവിടെയാണ് കേട്ടോ, ഹെഡ് ക്ലോസ് ചെയ്യുന്നത്. ഹെഡിൻ്റെ ഉള്ളിൽ നമ്മൾ ഡോക്യുമെൻറ്റിനെ പറ്റിയിട്ട് ഉള്ള ഇൻഫർമേഷൻ ലൈക്ക് ടൈറ്റിലൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. സോ ടൈറ്റിൽ എന്ന് പറയുന്ന ടാഗ് ഉപയോഗിച്ചിട്ട് ഞാൻ എൻ്റെ വെബ് പേജിന് ഒരു ടൈറ്റിൽ കൊടുക്കുകയാണ്. കേരള ടൂറിസം എന്ന് പറയുന്ന ഒരു ടൈറ്റിലാണ് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, അതിനുശേഷം ടൈറ്റിൽ ബാർ ക്ലോസ് ചെയ്തു അല്ലേ. ടൈറ്റിൽ ബാർ ക്ലോസ് ചെയ്തു. ടൈറ്റിൽ തൽക്കാലം ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് റണ്ണ് ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്തുതരാം, ടൈറ്റിൽ കാണിച്ചു തരാം. ഓക്കെ അല്ലേ? ആൻഡ് അതിനുശേഷം മക്കളെ ബോഡി ടാഗ് ഓപ്പൺ ചെയ്തു. ഇവിടെയാണ് കേട്ടോ ബോഡി ടാഗ് അവസാനിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ വെബ് പേജിൻ്റെ ബോഡിയാണ്. ബോഡിയിൽ നിർബന്ധമായിട്ടും ഒരു ബാക്ക്ഗ്രൗണ്ട് ഇടണം, എന്നാലേ നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് എന്ത് ചെയ്യുള്ളൂ, വെബ് പേജിൻ്റെ ബോഡിയിൽ വരുള്ളൂ. സോ ഞാൻ ആ ബാക്ക്ഗ്രൗണ്ട് ഇടുകയാണ്. ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് വെച്ചിട്ടാണ് ഇടുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഈസ് ഈക്വൽ ടു എന്താ ബാക്ക്ഗ്രൗണ്ടിൽ mountains.jpeg എന്ന് പറയുന്ന ഒരു ഫയലാണ് ആഡ് ചെയ്യുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കാണുന്നില്ലേ, പച്ച കളർ കാണുന്നില്ലേ, ഈ പച്ച കളറിലുള്ള ഒരു ഇമേജ്, അതായത് ഈ ഒരു ഇമേജ് ഏതാ ഇമേജ്, ആ ഇമേജിൻ്റെ പേരെന്താ, mountains.jpeg എന്ന് പറയുന്ന ഒരു ഇമേജാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ബാക്ക്ഗ്രൗണ്ടിലേക്ക് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു ഹെഡിങ് വേണം. കാണുന്നുണ്ടോ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടൂറിസം എന്ന് പറഞ്ഞിട്ട് നേരെ സെൻറ്ററിലേക്ക് അലൈൻഡ് ആയിട്ട് ഒരു ഹെഡിങ്, വെറുതെ ഒരു ഹെഡിങ് കൊടുത്തു അല്ലേ. എങ്ങനെയാണ് കൊടുക്കുന്നത് കണ്ടോ, H1 കൊടുക്കുന്നത്. H1 ഉപയോഗിച്ചിട്ടുള്ള ഹെഡിങ് കൊടുക്കുക. H1 എന്താ ഹെഡിങ്, എന്താ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടൂറിസം. അത് നടുവിലേക്ക് വരണ്ടേ, സെൻറ്ററിലേക്ക് അലൈൻഡ് ആവണ്ടേ, അതിന് വേണ്ടിയിട്ടാണടാ അലൈൻ ഈസ് ഈക്വൽ ടു സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം കണ്ട താഴെ അടുത്ത ലൈനിൽ എന്താ, കേരള സ്റ്റേറ്റ് എന്ന് പറയുന്ന വേറൊരു ഹെഡിങ്ങും കൂടെ കൊടുത്താൽ അടിപൊളിയാവൂലേ. അങ്ങനെയാണെങ്കിൽ ഇതാ ഒന്നും കൂടെ ഒരു ഹെഡിങ്, പക്ഷേ അത് H1 അത്ര വലിപ്പം വേണ്ട. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടൂറിസത്തിൻ്റെ അത്ര വലിപ്പമുണ്ടോ, കുറച്ച് ചെറുതല്ലേ, കുറച്ച് ചെറുത്, അതായത് H2 സൈസിലാണ് ഞാൻ കൊടുക്കുന്നത്. സാർ ഇതൊക്കെ ഇങ്ങനെ തന്നെ കൊടുക്കണം നിർബന്ധമുണ്ടോ? ഒരു നിർബന്ധവും ഇല്ലാടാ. കാണുന്ന സമയത്ത് ഈ സംഭവങ്ങളെല്ലാം അല്ലേ ഒരു ഏകദേശം ഒരു വൃത്തിയിലൊക്കെ എന്ത് ചെയ്താൽ മതി, വന്നാൽ മതി എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. അതിനുശേഷം ഞാൻ H2 എന്ന് പറഞ്ഞിട്ട് കേരള സ്റ്റേറ്റ് എന്ന് പറയുന്ന ഹെഡിങ് കൊടുത്തു. ആൻഡ് അതും ഞാൻ എന്ത് ചെയ്യാണ്, സെൻറ്ററിലേക്ക് അലൈൻ ചെയ്യാണ്. അലൈൻ ഈസ് ഈക്വൽ ടു സെൻറ്റർ. H1 എന്ന് പറയുന്ന ടാഗിൻ്റെ ആട്രിബ്യൂട്ടാണ് അലൈൻ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. അത് ഉപയോഗിച്ചിട്ട് സെൻറ്ററിലേക്ക് അലൈൻ ചെയ്തു മക്കളെ. അതിനുശേഷം ഞാൻ എന്താ ചെയ്യുന്നത്, കേരള എന്ന് പറഞ്ഞിട്ട് അല്ലേ തുടങ്ങുകയാണ്. എന്തോ 2-3 കാര്യങ്ങൾ വെച്ച് തള്ളിക്കൊടുത്താൽ മതി. കേരള ഈസ് ഇൻ ദ സൗത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ ഈസ് എ ഹൈലി ഡിസൈറബിൾ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇൻ ഏഷ്യ എന്നെല്ലാം പറഞ്ഞിട്ട് വെറുതെ എന്തൊക്കെയോ എന്ത് ചെയ്ത് കൊടുക്കുക, തള്ളിക്കൊടുക്കുക. അതായത് കേരള ടൂറിസത്തിനെ പറ്റിയിട്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇറ്റ് ഈസ് ഓഫൺ കോൾഡ് കണ്ടോ ഗോഡ്സ് ഓൺ കൺട്രി. ഓക്കെ, ഇങ്ങനെയൊക്കെ നമ്മൾ ജസ്റ്റ് കൊടുത്തു വെച്ചാൽ മതി. മെയിനായിട്ടൊരു ഇമേജും ഇങ്ങനെയുള്ളൊരു ടെക്സ്റ്റും 2 ഹെഡിങ് ഉണ്ടെങ്കിൽ എന്തായി, ടൂറിസത്തിൻ്റെ വെബ് പേജ് റെഡിയായി. ഓക്കെ അല്ലേ? ശരിക്കും പറഞ്ഞാൽ ടൂറിസത്തിൻ്റെ ഒക്കെ വെബ് പേജൊക്കെ നിങ്ങൾ എടുത്ത് നോക്ക്. പക്ഷേ നമ്മളിവിടെ സിമ്പിളായിട്ടുള്ള ഒരു ലേ ഔട്ട് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. HTML ലാബൊക്കെ എന്താണ്, വളരെ സിമ്പിളാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. യെസ്, അപ്പോൾ അതിന് ശേഷം നമുക്ക് എന്ത് വേണം അല്ല, ഞാൻ കേരള എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ് ഒക്കെ കൊടുത്തിട്ട് അല്ല, കേരള എന്ന് പറഞ്ഞിട്ട് തുടങ്ങുകയാണ്. എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റ് ടൈപ്പ് ചെയ്ത് തുടങ്ങണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കണ്ടോ കേരള എന്ന് പറയുന്ന ബോൾഡ് ആക്കണം. അതുകൊണ്ടാണ് ബി ടാഗിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുള്ളത്. ഇൻ ദ സൗത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ ഈസ് എ ഹൈലി ഡിസൈറബിൾ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇൻ ഏഷ്യ എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെൻ്റ് എല്ലാം ഞാൻ ഇങ്ങനെ കൊടുത്തു. ഓഫൺ കോൾഡ് കണ്ടോ, ഓഫൺ കോൾഡ് കഴിഞ്ഞിട്ട് കണ്ടോ, നിങ്ങൾ എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. PDF ഡൗൺലോഡ് ചെയ്താൽ അടിപൊളിയായിട്ട് വായിക്കാൻ പറ്റും. യെസ്, അപ്പോൾ ഓഫൺ കോൾഡ് ഗോഡ്സ് ഓൺ കൺട്രി. കണ്ടോ, ഈ ഗോഡ്സ് ഓൺ കൺട്രി കുറച്ച് വലുപ്പത്തിൽ വരുന്നുണ്ട് അല്ലേ. അതായത് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് എന്ത് യൂസ് ചെയ്യണം, ഫോണ്ട് ടാഗ് യൂസ് ചെയ്യണം. സോ ഫോണ്ട് ടാഗ് ഞാൻ അവിടെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, ജസ്റ്റ് അത് വലുപ്പത്തിലാക്കുകയാണ്. നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സ് ഉപയോഗിക്കണം. ഈ ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സിൽ വരുന്നതാണ് ബോൾഡ്. അത് വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഇവിടെ കേരളേനെ എന്താക്കിയത് ബോൾഡ് ആക്കിയത്. ഓക്കെ, ഈ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക. യെസ്, അപ്പോൾ നിങ്ങൾ
ഇതൊന്നും കാണുന്നില്ല എന്ന് തോന്നുന്നുണ്ട്, ആടിനെയും മാടിനെയും മാത്രമേ കാണുന്നുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. ബട്ട് എനിവേ PDF ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ വെബ് പേജ് നിങ്ങൾക്ക് റൺ ചെയ്ത് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഓക്കെ അല്ലേ? സോ ഇറ്റ് ഈസ് ഹൈലി ഇങ്ങനെ ഒരു ടെക്സ്റ്റ് കൊടുത്തിട്ട് കേട്ടോ, ഈ ഗോഡ്സ് ഓൺ കൺട്രീനെ എനിക്ക് എന്ത് ചെയ്യണം, കുറച്ച് വലുതാക്കുകയൊക്കെ ചെയ്യണം. അതിനാണ് ഞാൻ ഫോണ്ട് ടാഗ് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ഓഫൺ കോൾഡ് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് തുടങ്ങുകയാണ്, ഫോണ്ട് ടാഗ് തുടങ്ങുകയാണ്. ഫോണ്ട് ടാഗ് ഇവിടെയാണ് അവസാനിക്കുന്നത്. അപ്പോൾ ഫോണ്ട് ടാഗ് വെച്ചിട്ട് നമുക്ക് ടെക്സ്റ്റിനെ പല രീതിയിലുള്ള ഫോണ്ട് സെറ്റിങ്സ് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫോണ്ട് എന്ന് പറഞ്ഞിട്ട് സൈസ് ഈക്വൽ ടു 10, അതായത് സാധാരണ വലുപ്പം എന്ന് പറയുന്നത് ഒരു 6 ഒക്കെ ഉണ്ടാവുള്ളൂ, 6 പിക്സലൊക്കെ ഉണ്ടാവുള്ളൂ. സോ സൈസ് ഈക്വൽ ടു 10 എന്ന് കൊടുത്തത് കൊണ്ടാണ് ഈ ഗോഡ്സ് ഓൺ കൺട്രി എന്തായത്, കുറച്ച് വലുപ്പത്തിൽ വന്നത് കേട്ടോ. അപ്പോൾ സൈസ് ഈക്വൽ ടു 10 കൊടുത്തു. കളർ ഈക്വൽ ടു ബ്ലൂ, കണ്ട നീല കളറിൽ, ബാക്കിയുള്ളതെല്ലാം കറുപ്പല്ലേ, ഇത് മാത്രം നീല കളറിൽ വരാൻ കാരണം എന്താ, എന്താ പറയുക, കളർ ഈക്വൽ ടു ബ്ലൂ കൊടുത്തോണ്ടാണ്. ഫേസ് ഈക്വൽ ടു കാംബ്രിയ എന്ന് പറയുന്ന അല്ലെ ഫേസ് ആണ്, അതായത് അല്ലെങ്കിൽ ഒരു ഫോണ്ട് സ്റ്റൈലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. കണ്ട കാംബ്രിയ എന്ന് പറയുന്ന, അതുകൊണ്ടാണ് ഇതൊരു പ്രത്യേക സ്റ്റൈലല്ലേ വരുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തോണ്ടാണ് അത് വരുന്നത്. ഓക്കെ, യെസ്, ഇതിൻ്റെ ഉള്ളിലാണ് ഗോഡ്സ് ഓൺ കൺട്രി വരുന്നത്. അപ്പോൾ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞാൽ സാധാരണ ടെക്സ്റ്റ് പോലെ വരില്ല, കുറച്ച് വലുപ്പത്തിൽ ഈ ഫോണ്ടിൽ ഈ കളറിലൊക്കെ ആയിട്ടായിരിക്കും വരിക എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. യെസ്, അതിനുശേഷം ഞാൻ വെറുതെ ഒരു ബ്രേക്ക് കൊടുത്തു, ബോഡി ക്ലോസ് ചെയ്തു, HTML ക്ലോസ് ചെയ്തു. സോ ഇത്രയേ ഉള്ളൂ മക്കളെ എന്ത് നമ്മളെ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിമ്പിൾ വെബ് പേജ്. അപ്പോൾ മക്കളെ നമുക്ക് ഇതെന്ത് ചെയ്യാം, ഈ ഒരു വെബ് പേജ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കിയാലോ? റെഡിയല്ലേ? യെസ്, അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാം എന്ത് ചെയ്യാൻ പോവാണ്, ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാൻ വേണ്ടി പോവാണ്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം പ്രോഗ്രാം എവിടെയാണ് റൺ ചെയ്യുക, അല്ലെങ്കിൽ എവിടെയാണ് ടൈപ്പ് ചെയ്യുക. പ്രോഗ്രാം ടൈപ്പ് ചെയ്യാൻ ഒന്നുകിൽ നോട്ട് പാഡ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ Notepad++ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ജീനി യൂസ് ചെയ്യുക, ഏത് വേണമെങ്കിലും യൂസ് ചെയ്യുക. അതായത് എല്ലാ കമ്പ്യൂട്ടറിലും ഉണ്ടാവുന്ന ഒരു എഡിറ്ററാണ് നോട്ട് പാഡ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ നോട്ട് പാഡ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എഡിറ്റർ കിട്ടും, നോട്ട് പാഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു എഡിറ്ററിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, HTML കോഡ് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ ടൈപ്പ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താ, നിങ്ങൾ നോക്ക്, എല്ലാ കോഡും, കംപ്ലീറ്റ് കോഡും ബ്ലാക്ക് കളറിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ അവിടെ സിൻടാക്സ് ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു പ്രത്യേകതയൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ നോക്കുമ്പോൾ അതൊരു എന്താ പറയുക, മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്കൊരു എളുപ്പം ഉണ്ടാവില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യാറില്ല, ഈ ഒരു HTML കോഡ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നോട്ട് പാഡ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഞാൻ യൂസ് ചെയ്യാറില്ല, നോട്ട് പാഡ് എന്ന് പറയുന്ന എഡിറ്റർ യൂസ് ചെയ്യാറില്ല. അതിന് പകരം നമുക്ക് Notepad++ എന്നൊക്കെ പറയുന്ന എഡിറ്റേഴ്സ് അവൈലബിൾ ആണ്. സോ ഞാൻ Notepad++ ആണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. സോ Notepad++ൻ്റെ അകത്ത് ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, HTML എന്ന് പറയുന്ന അല്ലെ സ്റ്റാർട്ട് ചെയ്യുന്ന കോഡ് ടൈപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെയും സാർ ബ്ലാക്കിൽ തന്നെയാണല്ലോ വരുന്നത്, പക്ഷേ അത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ കളർ ചേഞ്ച് ചെയ്യും. ഓക്കെ, സേവ് ചെയ്ത് കഴിഞ്ഞാൽ കളർ ചേഞ്ച് ചെയ്യും. അപ്പോൾ ഞാൻ ഈ കോഡ് വീണ്ടും ഇവിടെ ടൈപ്പ് ചെയ്യുന്നില്ല, ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കോഡ് ഉണ്ട്, ടൈപ്പ് ചെയ്ത് വെച്ച കോഡ് ഉണ്ട്. ആ കോഡ് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യാണ്. ആ കോഡ് പേസ്റ്റ് ചെയ്തതിന് ശേഷം ഈ ഫയൽ നിങ്ങൾ എന്ത് ചെയ്യണം, സേവ് ചെയ്യണം. അല്ലേ, സേവ് ചെയ്യാൻ വേണ്ടി ഫയലിൽ സേവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സേവ് ചെയ്യുന്ന സമയത്ത് എവിടെയാണ് സേവ് ചെയ്യേണ്ടത്, ഞാനിവിടെ ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്തിട്ട് ഡെസ്ക്ടോപ്പിലാണ് ഞാനിവിടെ സേവ് ചെയ്യുന്നത്. ഡെസ്ക്ടോപ്പിൽ തന്നെ സേവ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല, ഞാൻ ഡെസ്ക്ടോപ്പിലാണ് സേവ് ചെയ്യുന്നത്. സേവ് ചെയ്യുമ്പോൾ പ്രോഗ്രാമിന് ഒരു പേരിടണം. ഇതിപ്പോൾ ടൂറിസത്തിൻ്റെ വെബ് പേജ് ആയതുകൊണ്ട് ഞാൻ എന്താണ്, ടൂറിസം എന്ന് പറയുന്ന പേരിലാണ് ഇത് സേവ് ചെയ്യുന്നത്. tourism.jpg എന്നല്ല, tourism. ഏതാണ് അതിൻ്റെ എക്സ്റ്റൻഷൻ വരുന്ന, HTML പ്രോഗ്രാം ഏത് വെച്ചിട്ടാണ് സേവ് ചെയ്യേണ്ടത്, .html, tourism.html എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ വെച്ചിട്ടാണ് സേവ് ചെയ്യേണ്ടത്. സോ ഇത് സേവ് ചെയ്തു. നിങ്ങൾക്ക് കാണാം സേവ് ചെയ്ത ഉടനെ തന്നെ അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത് സേവ് ചെയ്തിട്ട് എങ്ങനെയാണ് ഓപ്പൺ ആക്കുക, ഇവിടെ തന്നെ ഉണ്ടാവുമോ എന്തെങ്കിലും കമ്പൈൽ റൺ എന്നെല്ലാം പറയുന്ന ഓപ്ഷൻ ഇല്ല. അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ എവിടെയാണ് സേവ് ചെയ്തത്, ഡെസ്ക്ടോപ്പിലാണ് അല്ലേ. അതായത് ഞാനിപ്പോൾ ഈ ഫയൽ സേവ് ചെയ്ത ഡെസ്ക്ടോപ്പിലാണ്. സോ ഡെസ്ക്ടോപ്പിൽ ആ ഒരു പേരിൽ tourism.html എന്ന് പറയുന്ന പേരിൽ ഒരു ഐക്കൺ ഉണ്ടായിട്ടുണ്ടാവും. അതിൻ്റെ ഐക്കൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഐക്കൺ എന്തിൻ്റെതായിരിക്കും, നമ്മൾ ഏത് ബ്രൗസറാണോ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഐക്കൺ ആയിട്ടായിരിക്കും അത് ക്രിയേറ്റ് ആയിട്ടുണ്ടാവുക. ഞാനിപ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിൽ ഡിഫോൾട്ട് ബ്രൗസർ എഡ്ജ് ആയതുകൊണ്ടാണ് ഈ ഒരു ഐക്കണിൽ വന്നത്. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ അത് ഗൂഗിൾ ക്രോം ആണെങ്കിൽ ഗൂഗിൾ ക്രോമിൻ്റെ ഒരു ഐക്കൺ ആയിട്ടായിരിക്കും ആ ഒരു ഫയൽ അവിടെ വരിക. അപ്പോൾ നമ്മൾ എവിടെയാണോ സേവ് ചെയ്യുന്നത് ആ ഒരു ലൊക്കേഷനിൽ ആ ഒരു പേരിൽ ഒരു ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ആ ഒരു ഫയൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്താൽ മതി. യെസ്, അപ്പോൾ മക്കളെ നമ്മൾ ഓപ്പൺ ചെയ്ത സമയത്ത് ഇതെന്താ സംഭവം, യെസ് ഇതാണ് നമ്മളെ വെബ് പേജ്. ഇവിടെ പച്ചപ്പും ഹരിതാപൊന്നും കാണുന്നില്ലല്ലോ അല്ലേ. അപ്പോൾ ഇവിടെ എന്താ പ്രശ്നം, ഇവിടെ എന്തുകൊണ്ടായിരിക്കും അത് വരാത്തത് അല്ലേ. നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്ത ഇമേജ് എന്തായിട്ടില്ല, ഇവിടെ ലോഡ് ആയിട്ടില്ല. ബാക്കിയൊക്കെ കറക്റ്റാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടൂറിസം, കേരള സ്റ്റേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഗോഡ്സ് ഓൺ കൺട്രി മാത്രം വലുതായിട്ടൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഇമേജ് ആഡ് ചെയ്യുന്ന സമയത്ത് എന്തോ ഒന്ന് റെഡി
ആയിട്ടില്ല അല്ലേ. അതായത് നമ്മളെ കോഡ് ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ കോഡ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതാണ് നമ്മളെ കോഡ്. ബോഡി ബാക്ക്ഗ്രൗണ്ട് ഈക്വൽ ടു mountains.jpg എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ മക്കളെ mountains.jpg എന്ന് പറയുന്ന ഫയൽ കൊടുക്കുമ്പോൾ അങ്ങനെ ഒരു ഫയൽ നമ്മളെ ഡെസ്ക്ടോപ്പിൽ ഉണ്ടോ? നമ്മളിത് സേവ് ചെയ്ത ഡെസ്ക്ടോപ്പിലാണ്. tourism.html എന്ന് പറയുന്ന പേജ് സേവ് ചെയ്ത ഡെസ്ക്ടോപ്പിലാണ്. അതാണ് നമ്മൾ വർക്കിംഗ് ഫോൾഡർ. അവിടെ പക്ഷേ എന്തില്ല, mountains.jpg എന്ന് പറയുന്ന ഒരു ഫയൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ ഒരു ഫയൽ എക്സിസ്റ്റ് ആയിട്ടില്ലെങ്കിൽ അത് ലോഡ് ആവില്ല. അപ്പോൾ എന്ത് ചെയ്യൂല, ബാക്ക്ഗ്രൗണ്ടിൽ ഇമേജ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരു ഫയലും കൂടെ ഇവിടെ വേണം, ഡെസ്ക്ടോപ്പിൽ വേണം. നിങ്ങൾ ഡെസ്ക്ടോപ്പിലാണ് സേവ് ചെയ്തെന്നുണ്ടെങ്കിൽ ആ ഒരു ഫയൽ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇടുന്നുണ്ടെങ്കിൽ അത് എവിടെ ഉണ്ടായിരിക്കണം, ഈ ഒരു ഡെസ്ക്ടോപ്പിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുക, ഞാൻ തൽക്കാലം അതില്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് എനിക്ക് മൗണ്ടെയിൻ്റെ അല്ലെങ്കിൽ കേരള ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് ബാക്ക്ഗ്രൗണ്ട് ഇടാൻ വേണ്ടിയിട്ട് എന്താ പറയുക, ജസ്റ്റ് ഞാനിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ട് ഇടാൻ വേണ്ടിയിട്ട് ഇൻ്റർനെറ്റിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് എനിക്കൊരു ഇമേജ് വേണം. സോ ആ ഒരു ഇമേജിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇമേജസ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഇമേജസ് നമുക്ക് വരും. എന്നിട്ട് അതിലൊരു ഇമേജ് നമുക്ക് എടുത്തിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ അല്ലേ. സോ ഞാൻ ഇവിടെ ഏതെങ്കിലുമൊക്കെ ഇമേജ് ഞാനൊന്ന് എടുക്കുകയാണ്. സോ ഇതാണ് ഞാൻ എടുക്കുന്ന ഇമേജ് എന്നുണ്ടെങ്കിൽ അല്ലെ, ഏതെങ്കിലും ഇമേജ് ഇത് ഞാൻ എടുത്തു. ജസ്റ്റ് ഇത് എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, സേവ് ചെയ്യാൻ പോവാണ്. ജസ്റ്റ് ആ ഇമേജ്, അങ്ങനെ ഒരു ഇമേജ് അവിടെ ഉണ്ടാവണം അല്ലേ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഇമേജിൻ്റെ പേരെന്താ, mountain.jpg എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സേവ് ചെയ്യുന്നത്. ഓക്കെ, mountain.jpeg എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, സേവ് ചെയ്യുന്നത്. ഡെസ്ക്ടോപ്പിൽ അങ്ങനെ ഒരു ഇമേജ് ഉണ്ടാക്കി വെച്ചു. ഓക്കെ, അപ്പോൾ നോക്ക് നിങ്ങൾ, ഡെസ്ക്ടോപ്പിൽ mountain.jpg എന്ന് പറയുന്ന ഇമേജ് ഉണ്ടാക്കി വെച്ചു. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടി ഇത് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ അത് ലോഡ് ആവുന്നുണ്ടോ നോക്കാം. യെസ്, ഇപ്പോഴും അതെന്തായിട്ടില്ല, ലോഡായിട്ടില്ല. മേ ബി ഈ mountain.jpeg എന്ന് കൊടുത്തുകൊണ്ടുള്ള പ്രശ്നമാണെന്ന് അറിയില്ല. ചില സമയത്ത് അങ്ങനെ വർക്ക് ചെയ്യാറില്ല. സോ ഞാൻ ഇതിനെ ജസ്റ്റ് JPG എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, യെസ്, ഇവിടെ എന്താ പ്രശ്നം എന്നറിയാം, JPEG കൊടുത്തോണ്ടല്ല, ഇതിൽ മൗണ്ടെയിൻസ് എന്നുണ്ട്. പക്ഷെ നമ്മൾ ഉണ്ടാക്കിയതിൽ മൗണ്ടെയിൻ എന്ന് മാത്രമേ ഉള്ളൂ. പേര് കറക്റ്റ് ആയിരിക്കണം, എന്നാൽ മാത്രമേ അത് എന്ത് ചെയ്യുള്ളൂ, കിട്ടുള്ളൂ അല്ലേ. അപ്പം നമ്മളിപ്പോൾ ആഡ് ചെയ്തിട്ടുള്ള ഇമേജിൽ മൗണ്ടെയിനേ ഉള്ളൂ. സോ mountains.jpg എന്നാക്കണം, എന്നാലേ അത് എന്ത് ചെയ്യുള്ളൂ, കറക്റ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്ത് നോക്കാം, ഓപ്പൺ ചെയ്ത് നോക്കാം. മക്കളെ കണ്ടോ, നമ്മളെ വെബ് പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് എന്ത് വന്നിട്ടുണ്ട്, ആ ഒരു ഇമേജ് വന്നിട്ടുണ്ട്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ മുറിഞ്ഞ് വരുന്നത് സാർ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അത് അതിൻ്റെ സൈസ് ചെറുതാണ്. നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഇമേജിൻ്റെ സൈസ് ചെറുതായതുകൊണ്ടാണ് ഇതിങ്ങനെ മുറിഞ്ഞ് ഇവിടെ വന്നിട്ടുള്ളത്. എനിവേ വലിയ ഇമേജ് ആണെങ്കിൽ വലിയ ഇമേജ് എന്ത് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് സെറ്റായിട്ട് ഫില്ല് ചെയ്തിട്ട് നിന്നോളും. ഓക്കെ അല്ലേ. അതിനെ പറ്റിയൊന്നും നമ്മൾ വല്ലാണ്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഇമേജ് ഒന്നും ആഡ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട്, ഒരു ഫീലിംഗ് കിട്ടണം, ഇതൊരു ടൂറിസത്തിൻ്റെ വെബ് പേജ് ആണെന്നുള്ള ഫീലിംഗ് കിട്ടണമെങ്കിൽ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് തന്നെ കൊടുക്കണമെന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഇവിടെ BG കളർ ഈസ് ഈക്വൽ ടു ഗ്രീൻ എന്ന് കൊടുത്താൽ തന്നെ മതി. ജസ്റ്റ് ഇമേജ് ആഡ് ചെയ്യണമെന്ന് ഇവിടെ നിർബന്ധമൊന്നും പറയുന്നില്ല. ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഓർ ബാക്ക്ഗ്രൗണ്ട് കളർ എന്നൊക്കെയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് കളറായിട്ടും നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നുള്ള കാര്യം എന്ത് ചെയ്ത് വെക്കുക, നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് കളർ ഗ്രീൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ രീതിയിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം, ഔട്ട്പുട്ട് ഉണ്ടാവുക. ഓക്കെ അല്ലേ. സോ ഇതാണ് കേരള ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വെബ്സൈറ്റ്. ഇതിൽ നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും എക്സ്ട്രാ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ചെയ്യട്ടോ. ഇന്ത്യ ഈസ് എ ഹൈലി ഡിസൈറബിൾ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്നൊക്കെ പറയുന്ന സംഭവത്തിന് അല്ലേ, എന്തെങ്കിലും കാര്യത്തിന് നമുക്ക് ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ, ബോൾഡ് ആക്കണമെങ്കിൽ, ഇറ്റാലിക്സ് ആക്കണമെങ്കിൽ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് എന്ത് മതി, ഈ ഒരു സംഭവം മതി. ഇതിൽ നിങ്ങൾ കണ്ടോ, കേരള ടൂറിസം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ള ഈ ടൈറ്റിലാണ് കേരള ടൂറിസം. കണ്ടോ, വെബ് പേജിൻ്റെ ടൈറ്റിൽ കാണുന്നുണ്ടോ, ഇവിടെ കാണുന്ന ടൈറ്റിൽ ഉണ്ടോ, ഈ ഒരു ടൈറ്റിലായിട്ട് വന്നിട്ടുള്ളത് കേരള ടൂറിസം എന്ന് പറയുന്ന ടൈറ്റിലായിട്ട് അത് വന്നിട്ടുള്ളത്. ഓക്കെ അല്ലേ. സോ ഇത് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. ഓക്കെ, സോ എന്ത് ചെയ്ത് കൊടുക്കുക, വീഡിയോ ഒക്കെ മാക്സിമം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഫ്രണ്ട്സിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. സോ അത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. യെസ്, താങ്ക് യു സോ മച്ച്.